പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. സാധാരണ അരിപ്പൊടി കൊണ്ടാണ് നെയ്യപ്പം ഉണ്ടാക്കാറുള്ളത്. ഞാൻ ഇത് വെറൈറ്റി ആയിട്ട് ഗോതമ്പ് പൊടിയും കൊണ്ടാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷേ യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ലാണ്ട് എങ്ങനെ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ റവ പൊടി ഇട്ട് കൊടുക്കുന്നു. ഒരു പിഞ്ച് ഉപ്പിട്ടു. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അരി അരയ്ക്കുകയോ ഒന്നും ചെയ്യാണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല മാർഗ്ഗം കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റുമാണ്. കുഴച്ചെടുക്കുന്നതിനായിട്ട് ഞാൻ ഒരുണ്ട ശർക്കര പാനി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ചൂടന തന്നെയാണ്. അതിന് ഇത് കല്ലൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ആ ചെറു ചൂടന തന്നെയാണ് ഞാൻ ഇത് കുഴയ്ക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഡയറക്റ്റ് നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ കല്ലും കാര്യങ്ങളൊക്കെ കാണും കണ്ടോ. അടിയിൽ കല്ല് കിടക്കണം. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഈ ഫുള്ള് ശർക്കരപ്പാനി വേണമെന്ന് തോന്നുന്നില്ല. നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. മധുരത്തിനനുസരിച്ച് ബാക്കി വെള്ളം ഉപയോഗിച്ചാണെങ്കിലും കുഴച്ചെടുത്താൽ മതി കേട്ടോ. പാകത്തിനും മധുരമായപ്പോൾ ഞാൻ പിന്നെ വെള്ളം ഉപയോഗിച്ചാട്ടോ കുഴക്കുന്നത്. അപ്പം നമ്മുടെ കൈയും കൊണ്ട് കുഴച്ച് നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് എടുക്കണം കേട്ടോ. കൈ കൊണ്ട് കുഴയ്ക്കുമായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ റവയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. കുറച്ച് ശർക്കര ഇട്ടാലും ശർക്കരയ്ക്ക് നല്ല ഉണ്ടാകുന്നുണ്ട്. ഇതിന് നല്ല കളർ കാണുമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നെയ്യപ്പോ ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടാക്കാൻ നേരത്തെ കളറുള്ള ശർക്കര എടുക്കുന്നതിനായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മുടെ നെയ്യപ്പം ഉണ്ടാക്കുന്ന ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഈ രീതി തന്നെ കേട്ടോ. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് വേണം. കട്ടകളുണ്ടെന്ന് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ അരിപ്പൊടി ഗോതമ്പ് പൊടി ശർക്കര പാനിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് കറക്കി എടുത്താൽ മതി. അന്നേരം എല്ലാ കട്ടകളും ഉടഞ്ഞ് കിട്ടും കേട്ടോ. അതിനുശേഷം റവ ഇട്ട് മിക്സ് ചെയ്താൽ മതി. ആക്കി വെച്ചേക്കുന്ന ബാറ്ററിലേക്ക് കുറച്ച് എള്ളിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണം. വീണ്ടും വറുത്ത് വെച്ചേക്കണേ തേങ്ങ കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് വറക്കാനെടുത്ത നെയ്യാണ്. ആ നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. തേങ്ങ വറുക്കാതെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇത്തിരി ടേസ്റ്റ് കുറയും. നെയ്യിലൊക്കെ വറുത്തിട്ട് കൊടുക്കുമ്പോൾ ആ നെയ്യും കൂടെ കൂടി ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. മിനിറ്റ്സ് റെസ്റ്റ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് ഉണ്ടാക്കാൻ നേരത്ത് ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അടുപ്പത്ത് വെച്ചേക്കണേ ഒരു പാലപ്പച്ചട്ടി കേട്ടോ. അപ്പോൾ അതിലാണെങ്കിൽ ഒത്തിരി ഓയിലൊന്നും നമുക്ക് വേണ്ട. അത് കൊഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് തീരെ കുറച്ച് എണ്ണയും കൊണ്ട് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ഓയിലൊക്കെ തിളച്ച് വന്നു തുടങ്ങിയപ്പോൾ ഞാൻ ഇതിലേക്ക് ബാറ്റർ ഇട്ട് കൊടുക്കും കേട്ടോ. ഇപ്പോൾ ഒത്തിരി വലിയതല്ല, മീഡിയം സൈസിലുള്ള കേട്ടോ. പൊന്തി വന്നാണല്ലോ എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ അത് ഫുള്ള് പൊന്തി വന്നാണ്. ഇത് പൊന്തി വന്നേക്കണമല്ലോ. ഇനി ആ ഒരു സൈഡ് ഓക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. പൊന്തി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഇച്ചിരി മീഡിയത്തിലേക്ക് ആക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി പതിയെ കിടന്നു അതിൻ്റെ ഉള്ളൊക്കെ അല്ലെങ്കിൽ വേവാതെ വരും. അപ്പോൾ ഇത് പാകമായിട്ട് ഞാൻ ഇതെടുക്കുക. നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കാം. അന്നേരത്തേക്ക് ഇത്തിരി ഫ്ലെയിം കൂട്ടിയിടണം, അല്ലെങ്കിൽ അത് പൊന്തിയൊന്നും വരാതിരിക്കും. എണ്ണ ഇങ്ങനെ മേളിലേക്ക് ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. പൊന്തി വന്നു ബോൾ പോലെ വന്നു. ഇനി ഫ്ലെയിമാണ് കുറച്ച് വേണം.
എന്തെളുപ്പമല്ലേ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ. അരി അരയ്ക്കോ ഒന്നും വേണ്ട. ഒരു സൈഡൊന്ന് പാകത്തിനാവുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്താ പുറം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കണേ, റവയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കണം. ചൂട് ഇത്തിരി ആറിക്കഴിയുമ്പോൾ ഞാനൊന്ന് പൊട്ടിച്ച് കാട്ടിത്തരാം. നമുക്കിതൊന്ന് മുറിച്ച് കാണാം കേട്ടോ. കണ്ടോ, നല്ല സൂപ്പറായിട്ട് ആര് പോലെ ഇരിക്കുന്നുണ്ട്. അപ്പം നല്ല ചൂടനെ കുഴച്ചുകൊണ്ടാണ്, ശർക്കരപ്പാനി നല്ല ചൂടോടുകൂടി എടുത്തുകൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ. കണ്ടോ, നല്ല ആരായിട്ടൊക്കെയുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്. ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് അരി അരയ്ക്കൊന്നും വേണ്ട കേട്ടോ. ഇത് തേങ്ങാക്കൊത്തും കൂടെ നന്നായിട്ട് നെയ്യിൽ വറുത്തിട്ടുകൊണ്ട് നല്ല ടേസ്റ്റുണ്ട്.